കറക്റ്റ് അഡ്രസ്സിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. വാ. ഇരിക്ക്. ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിക്കായിരുന്നു അളിയ. നീ ഇവിടെ വരാൻ പാടില്ലെന്നും നിന്റെ കയ്യിൽ ഈ പണം ഉണ്ടാവാൻ പാടില്ലെന്നും. എങ്ങനെയാടാ നിനക്ക് മനസ്സ് വന്നേ? എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അതറിഞ്ഞൊരു ഭാവം പോലും നിനക്കുണ്ടായില്ല. എൻ്റെ അമ്മ നിന്നെയും ഒരു മോനെ പോലെ അല്ലടാ കണ്ടത്. എടാ, നിൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ എനിക്ക് ഇപ്പം ഈ പണം വളരെ അത്യാവശ്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഈ പണം രണ്ടായിട്ട് പങ്കുവയ്ക്കാം. ഈ പണം നിനക്ക് പങ്കുവെക്കണമല്ലേ? എൻ്റെ അച്ഛന് വേറെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞോനല്ലേ നീ? നീ എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണോടാ? വേണ്ട വേണ്ട. നീ ബിസിനസ് ആരംഭിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ രാത്രിയിൽ പണം പോയിന്ന് പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാടാ നിനക്ക് മനസ്സ് വന്നേ? നീയും എൻ്റെ രക്തം തന്നെ. നിനക്ക് 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ബാക്കി പണം കൊണ്ട് തന്നിട്ട് എൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയാം. 24 മണിക്കൂർ കഴിഞ്ഞൊരു നിമിഷമെങ്കിലും എടുത്താ ഹേമ, ഹേമ, ഏയ് ഹേമ. എല്ലാം നീ അവനോട് ചെന്ന് പറഞ്ഞു കൊടുത്തല്ലേ? നിന്റെ അടി വാങ്ങി മിണ്ടാതിരിക്കുന്ന പെണ്ണല്ല ഞാൻ. തിരിച്ചും കിട്ടും. എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യൂടാ നീ? ഹസ്ബൻഡിനെ അനുസരിക്കാത്ത നീയൊക്കെ ഒരു പെണ്ണാണോടി? ആദ്യം നീ ഒരാണാണെന്ന് തെളിയിക്ക. എന്നിട്ട് ഞാനൊരു പെണ്ണാണോ അല്ലേ ഒന്ന് കാണിക്കാം. എന്നെക്കാളും അവനാ ഇപ്പൊ പ്രധാനമല്ലേ? പറയടി, നിനക്കിപ്പോ എന്നെക്കാളും അവനോടാ ഇഷ്ടമല്ലേ? ഇതിനുത്തരം എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലോ. എന്നാ നിനക്കത് നാണക്കേടായി പോവും. പറയട്ടെ ഞാൻ. ബാക്കി പണം മര്യാദയ്ക്ക് അവന്റെ വീട്ടിൽ പോയി തിരിച്ചു കൊടുക്ക. തെണ്ടിത്തരം കാണിക്കരുത്. ഏട്ടാ, എന്താ യമുന? ഒന്ന് മുകളിലേക്ക് വാ. വേഗം അങ്ങോട്ട് നോക്ക്. എന്താ? അയാൾ നമ്മുടെ വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വീട്ടിൽ പണം ഇരിക്കല്ലേ? എനിക്കെന്തോ പേടിയാവുന്നു. ഒന്നുമില്ല യമുന, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നീ വീട്ടിൽ തന്നെ ഇരിക്കുക, കേട്ടല്ലോ? എന്നെ അന്വേഷിച്ചല്ലേ വന്നേ?
എൻ്റെ അടുത്തുനിന്ന് പണം അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ? അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. അതിനു വേണ്ടിയല്ലടാ നീ ആളെ അയച്ചത്. എന്ത് ആളെ അയച്ച? നിന്റെ അടുത്തുനിന്ന് ആ പണം ഞാൻ തന്നെ തിരിച്ചു പിടിക്കും. അളിയ, നീ എന്തോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം പോലെയാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. സൂക്ഷിച്ചോ അളിയ, പണം ഒരുത്തനെ പണക്കാരനുമാക്കും, അതേ പണം ഒരുത്തനെ ഭ്രാന്തനുമാക്കി തീർക്കും. സൂക്ഷിച്ചോ.